ഇപ്പം 43,000 സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി അപ്പ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബിൽ കിടപ്പുണ്ട്, 1-2 അല്ല, 43,000 സാക്ഷ്യങ്ങൾ ഓൾറെഡി നമ്മൾ എയറിൽ ഓൺ എയറായിട്ടുണ്ട്. ഈ എയറിലായിരിക്കുന്നതിൽ പകുതിയോളം സംഭവം പ്രസൻസാണ്. അമ്മ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തന്നു, എനിക്കറിയത്തില്ലായിരുന്നു അത്, അമ്മ പറഞ്ഞു, ഞാൻ എഴുതി പരീക്ഷയിൽ, അങ്ങനെ പറഞ്ഞില്ല. അതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. ആരോ എൻ്റെ ഉള്ളിൽ നിന്നെല്ലാം പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി, അതൊക്കെ പ്രസൻസാണ്. അത് ഉടമ്പടിയുടെ മാത്രമായിട്ടുള്ള സംഭവമാണ്. വേറെ ഒരിടത്തും നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഉടമ്പടിയുടെ കാര്യത്തിൽ നിങ്ങൾ കാർക്കശ്യമാകണം, കഥറിയാതെ ആട്ടം കാണരുതെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം, ഞാൻ നിങ്ങളോട് രൂക്ഷവുമായിട്ട് കാർക്കശ്യമായിട്ടല്ല സംസാരിക്കണത്, സൗമ്യമായിട്ട് അങ്ങനെ സംസാരിക്കാനില്ല. അതിൻ്റെ കാരണം ഇതാണ്, ചെയ്യുന്നവൻ വെടിപ്പായിട്ട് ചെയ്യട്ടെ. ചെയ്യുന്നവൻ അത് വെടിപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്താൽ ഇതിന് നമുക്ക് വല്ലാത്ത ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് പറയും, നീ എടുക്ക്, അപ്പോൾ താനെടുക്ക്, നീ ഇങ്ങനെ വണ്ടി ഇരുന്ന് തന്നെ ഇതിങ്ങനെ തന്നെ സ്റ്റിയറിങ് വണ്ടി ഓടിച്ചോണ്ട് പോകണമെങ്കിലും താനെടുക്ക്, നീ എടുക്കുന്ന പറഞ്ഞൊക്കെ കൈവിട്ട കളിയാണ് ചില ആൾക്കാർക്ക്. ഇപ്പോൾ അവസാനം ഇവിടെ വരുമ്പോൾ അവസാനം നീ എടുക്കുന്ന ആക്കിയിട്ട് ഭർത്താവ് സ്വരം ഉണ്ടാക്കിയിട്ട് പറയും, നീ തന്നെ എടുക്കാൻ പറയും. എന്താണ് ഇയാൾക്ക് ഇടയ്ക്ക് സ്മോളൊക്കെ അടിക്കണം. അപ്പം അതുകൊണ്ട് വൈഫിൻ്റെ പേരിൽ കൊണ്ടുപോയി ഉടമ്പടി കെട്ടിവെക്കും. ഇവൻ്റെ കാര്യത്തിൽ ഇപ്പം തന്നെ തീരുമാനമായിട്ടുണ്ട്, നീ അധികം വിഷമൊന്നും ഇറക്കരുത്, നിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അല്ലെങ്കിൽ നീ മാനസാന്തപ്പെട്ടിട്ട് ഇന്ന് തീരുമാനം മാറ്റണം. എന്താണ്, വൈഫ് ഉടമ്പടി എടുത്തോട്ടെ, ഞാൻ അവളെപ്പോലെ തന്നെ ജീവിക്കും, അതാണ് പ്രശ്നം. അല്ലാതെ നമ്മൾ എന്താണ് കുരങ്ങനെ കൊണ്ട് ചുടുപായസം കോരിച്ചോളാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്തരാളം വരെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മുട്ടാപ്പോക്കുകളൊന്നും ഇതിൻ്റെ വരരുത്. നീ ദൈവത്തിനെ അനുഭവിക്കുന്നതിനും ദൈവത്തിലേക്ക് ജീവിക്കുന്നതിനും മുട്ടാപ്പോക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ഇതുപോലെ കണ്ടീഷനാക്കി കളയും. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എന്ന് പറയുന്ന വലിയ സംഭവം ദൈവം വളരെ ഇത്രയും പ്രൂവൻ ഫാക്റ്റായിട്ട് നിങ്ങൾക്ക് ലോകത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് 43,000 രൂപ മാത്രം, ലൂർദിൽ പോലും കാണത്തില്ല 43,000 സാക്ഷ്യം. റെക്കോർഡഡ് അല്ല അത്, അതാണ് പ്രശ്നം. ഇതങ്ങനെയല്ല, ഇത് ഏറെക്കുറെ റെക്കോർഡഡാണ്, റിട്ടേണായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. കാലങ്ങളിൽ ഇതൊക്കെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കുന്ന കാലത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയി. അവിടെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരിടത്തൊരു സമയത്ത് ബ്രിട്ടീഷ് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമല്ലേ. അപ്പോൾ ഞാനവിടെ പോയി എല്ലാം നോക്കിക്കണ്ട് മനസ്സിലാക്കി, ഹൗ ടു സെറ്റ് എ മ്യൂസിയം, എങ്ങനെ മ്യൂസിയം. ഇപ്പോൾ ഒരു കാലത്ത് ഈ പ്രത്യക്ഷീകരണം വലിയൊരു വിഷയമായി മാറുന്ന കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം മ്യൂസിയമായിട്ട് സെറ്റ് ചെയ്യും നമ്മൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നതെന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായൊരു ടൈമിൽ വിഷയമല്ല, ദൈവത്തിൻ്റെ ഒരു അന്തർദേശീയ വിഷയമാണ് മരിയൻ ഉടമ്പടി. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിലെ ചവിട്ടാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ, എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്റെ ബലഹീനത കാരണം പരാജയപ്പെട്ടു പോകാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ഉടമ്പടിക്ക് ഉപയുക്തമായ ജീവിത ഉടമ്പടി പങ്കാളിയായി എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ, എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ, ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയുന്നത് ജീവിതം ധന്യമാക്കി. ഒരുമിച്ച് പാടുക, നിർത്തി പാടുക, എല്ലാവരും പാടുക. അഭിഷേകത്തിന്റെ സമയമാണ്.
കൃപാസനത്തിൻ്റെ അമ്മേ, കൃപാസനത്തിൻ്റെ അമ്മേ, കൃപാസനത്തിൻ്റെ അമ്മേ, ആവേ 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 മരിയ, ദേവിച്ചുകൊണ്ട് ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ശ്രുതികട്ടെ, ഹല്ലേലൂയ, ശ്രുതികട്ടെ, 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 എല്ലാവരും അത്ഭുതകരം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുമുൻപാകെ കടന്നു കിടത്താൻ മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവ ദുരിതങ്ങള്, ജീവ തടസ്സങ്ങള് യേശുനാമത്തില് യേശുനാമത്തില് യേശുനാമത്തിൽ മാറ്റപ്പെട്ടെ. ഈശോ ഈശോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവവേദനെ, നീ ഞാനും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ, ജീവനോടെ ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ദൈവമാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന സുപ്രഭാതമാണ്. കയ്യടിക്കട്ടെ, ശ്രുതികട്ടെ. പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജീന ജെ. ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസറായി പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസ് നാഗ്പൂർ മഹാരാഷ്ട്രയിൽ സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് മാസം 8-ാം തീയതി 2025 2013 നവംബറിലാണ് ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഞാനൊരു ബിടെക്കും എംടെക്കും നെറ്റ് ക്വാളിഫൈഡുമായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു. എന്നാൽ ഞാൻ 2013 സേവനത്തിൽ കയറുമ്പോൾ ഞാൻ സോർട്ടിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് കയറുന്നത്. എനിക്ക് ജോലി ലഭിച്ചതിൻ്റേതായൊരു സന്തോഷമുണ്ടെങ്കിലും അന്ന് മുതൽ ഈ പുതിയ പ്രൊമോഷൻ ലഭിക്കുന്നത് വരെ ഒരു ചെറിയ ജോലി ചെയ്യുന്നതായ ഒരു വിഷമം എൻ്റെ ജീവിതത്തിലുടനീളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കഴിയുന്ന എല്ലാ എക്സാമുകളും ഞാൻ എഴുതിക്കൊണ്ട് തന്നെ ഇരുന്നു. അത് PSC ആവട്ടെ, SSC ആവട്ടെ, UPSC, RRB എന്നിങ്ങനെ എനിക്കറിയില്ല ഏതൊക്കെ പരീക്ഷകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ 11 വർഷത്തോളം ഞാൻ ഈ സർവീസ്, വളരെ നല്ല സേവനമാണ്, നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ്.
എങ്കിൽ പോലും എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ളൊരു ജോലി കിട്ടുന്നില്ലല്ലോ എന്നൊരു ഉള്ളിലുള്ളൊരു വിഷമം എന്നെ വിട്ടു മാറുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു അമ്മയാണ്, 3 കുട്ടികളുടെ അമ്മയാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ ശരിക്കുള്ള സ്ഥലം എറണാകുളം ജില്ലയാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതാണ് നാഗ്പൂർ. അങ്ങനെ ഇരിക്കെ 11 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാം, എൻ്റെ ലൈഫിലെ അവസാനത്തെ എക്സാം ആണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതാൻ തീരുമാനം എടുക്കുന്നത്. കാരണം ഓരോ പരീക്ഷ എഴുതുമ്പോഴും എൻ്റെ ഫാമിലി അടക്കം, എൻ്റെ കുഞ്ഞുങ്ങളടക്കം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. കാരണം ഓരോ സമയം അത് പരീക്ഷ ട്രിവാൻഡ്രത്ത് വെച്ചായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനെന്ന് പറഞ്ഞ് കുറേ സമയം പോവും. അങ്ങനെ പ്രാർത്ഥന ഉണ്ടെങ്കിലും എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ എത്തിച്ചേരുന്നില്ല. അങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കൃപാസനം എന്ന ദേവാലയത്തെക്കുറിച്ച് എനിക്കറിയാം, പക്ഷേ എന്താണെന്നോ, ഇവിടുത്തെ എന്താണ് പ്രത്യേകത, ഇവിടുത്തെ ആചാരങ്ങൾ എന്താണ്, ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, ഇവിടുത്തെ നിയോഗങ്ങൾ എന്താണ്, ഒന്നും എനിക്കറിയില്ല. എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം പോകുമ്പോഴും ഇവിടെ ഒരു ജനത്തിരക്കും ഒക്കെ കാണാറുണ്ട്, പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പരീക്ഷ എഴുതുന്ന സമയമൊക്കെ ആകുമ്പോൾ ഈ പരീക്ഷ വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ നവംബർ ഡിസംബർ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ആദ്യം ഡെയിലി ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബിലെ പ്രാർത്ഥന കാണാറുണ്ടായിരുന്നു. അതിനിടയിലൂടെ ഇങ്ങനെ യൂട്യൂബിൽ ജോസഫ് അച്ഛൻ്റെ അനുദിന പ്രാർത്ഥന ഡെയിലി ബ്രെഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാണാറുണ്ട്. അപ്പം ഞാൻ അത് സബ്സ്ക്രൈബ് ചെയ്തു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു പ്രത്യേക ഒരു എനർജിയാണ്. അന്ന് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അന്നത്തെ ബ്ലെസ്സിങ് ആണ്. അന്ന് നമ്മളൊരു ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ, നമ്മുടെ അന്നത്തെ ജീവിതം ആരംഭിക്കുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ അന്നത്തെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഉള്ളൊരു പ്രത്യക്ഷീയ പ്രാർത്ഥന. ആദ്യം ഞാൻ പ്രത്യക്ഷീയ പ്രാർത്ഥന സ്കിപ്പ് ചെയ്തിട്ട് ഈ പ്രാർത്ഥന മാത്രം കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് രണ്ടും കേൾക്കും. അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ അച്ഛൻ പറയുന്നത് വചനം എഴുതിയെടുക്കും. അങ്ങനെ അത് കണ്ടിന്യൂസ് അതിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ഭാഗമായി മാറി. അങ്ങനെ ഡെയിലി ഇത് കേൾക്കാറുണ്ട്. അതിനിടയിൽ നോട്ടിഫിക്കേഷൻ വന്നു, പരീക്ഷ എഴുതി. ജനുവരി 25-നായിരുന്നു എൻ്റെ എക്സാം. ആ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥന കേൾക്കണം, പക്ഷെ കൃത്യമായിട്ട് 5:30-ക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അത് കേൾക്കും, അന്നത്തെ പ്രാർത്ഥന. അങ്ങനെ ഈ AAO എക്സാം, അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസർ എക്സാം വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമാണ്. ഇപ്പോൾ ഈ ഇടക്കാലത്ത് 2018, 2022 പിന്നെ 2024 ഉണ്ടായിരുന്നത്. 2018 അത് വിത്ത് ബുക്കായിരുന്നു. അന്ന് കിട്ടാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു, ഒത്തിരി വേക്കൻസി ഉണ്ട്. 2022 ആയപ്പോഴത്തേക്കും ബുക്കൊന്നുമില്ല, നമ്മൾ തന്നെ പഠിച്ച് നല്ല രീതിയിൽ ഡിസ്ക്രിപ്റ്റീവായിട്ടൊക്കെ എഴുതണം. 24 ആയപ്പോഴും വിത്തൗട്ട് ബുക്കാണ്. 6 പേപ്പറുണ്ട്, 3 ദിവസം എക്സാം, ഒരു ദിവസം 2 പേപ്പർ വെച്ച് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം ഞാൻ വർക്ക് ചെയ്തത് സാധാ ഓപ്പറേഷണൽ ഫീൽഡിലാണ്. സാധാ ഒരു സോർട്ടിംഗ് ആണ് ഞങ്ങളുടെ ജോലി. അത് കത്ത് വരുന്നു, അത് സോർട്ട് ചെയ്യുന്നു. അതിനിടയിൽ കൂടെ ഞാൻ കുറച്ച് നാൾ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ വിവരങ്ങളൊക്കെ എനിക്കുള്ളൂ. അങ്ങനെ ഞാൻ പക്ഷേ എങ്കിലും എനിക്ക് ബുക്കുകളൊക്കെ വായിക്കുന്ന ഇഷ്ടമാണ്, കളക്ട് ചെയ്തൊക്കെ വയ്ക്കും. അപ്പം ഞാൻ ഈ പരീക്ഷ വന്നപ്പോൾ എങ്ങനെ പഠിക്കും എന്ന് എനിക്കറിയില്ല, എന്തൊക്കെ കളക്ട് ചെയ്യണമെന്ന് അറിയില്ല, ആരോട് ചോദിക്കും, ഏത് കോച്ചിങ്ങിന് പോകണം ഒന്നും അറിയില്ല. പക്ഷേ മാതാവ് എനിക്ക് ഓരോ സമയത്തും അതിൻ്റെ ഒരു ഗൈഡൻസ് പോലെ എൻ്റെ ഇങ്ങനെ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നുണ്ടായിരുന്നു. പഠിക്കാനായിട്ടുള്ള വീട്ടിലെ സാഹചര്യങ്ങൾ, കുഞ്ഞിനോടൊപ്പം വളരെ ചെറിയ കുഞ്ഞായിരുന്നു, 6 മാസമൊക്കെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പം എങ്കിലും ആ സമയത്തെല്ലാം മാതാവ് അതൊന്നും എനിക്ക് എങ്ങനെയാണ് ശരിയായി വരുന്നതെന്ന് അറിയില്ല, മാതാവ് എല്ലാം ഒരുക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി. എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ പറ്റും, ഇനി ഞാൻ എഴുതാൻ പോകുന്നില്ല, ഒരു എക്സാമും എഴുതില്ല എന്ന് ഉറപ്പിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ടെൻഷൻ കൂടി, ഓരോ സമയമാകുമ്പോഴും കൂടുതൽ ടെൻഷനായി. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഇവിടെ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവിടെ പോയാലേ അവിടുത്തെ
അവിടുത്തെ ഒരു അന്തരീക്ഷം നിങ്ങൾ പോയി കാണണം. അവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല, അവിടെ പോയി എടുക്കണമെന്ന്. പക്ഷേ ആദ്യം എനിക്ക് പോകാനെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഓൺലൈനിൽ എടുക്കാമെന്ന് അറിഞ്ഞത് കേട്ട് ഓൺലൈനിൽ ഞാനൊരു ഉടമ്പടി അങ്ങ് എടുത്തു. അത് മുതൽ എനിക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതിൽ കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. നമ്മൾ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യണം. പക്ഷേ ഞാൻ അധികം ജോലിക്ക് പോകുന്നെങ്കിൽ ഹസ്ബൻഡ് കൊണ്ടുവിടും, തിരിച്ച് വിളിച്ചുകൊണ്ട് ഒരാളുടെ ഇടയിൽ അങ്ങനെ ഒരിടവും പുറത്ത് പോകാറൊന്നുമില്ല. അപ്പോൾ എങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും എന്നുള്ളതായി ടെൻഷൻ. അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം, അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ നടയാണ് അവിടെയൊക്കെ. അപ്പോൾ അവിടെ ഒരു ചേച്ചി എന്നോട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, മോളെ എൻ്റെ മകൾക്ക് ഓപ്പറേഷനാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഇന്ന് അവൾക്ക് കൊടുക്കാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, അവൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാൻ കുറച്ച് പൈസ തരുമെന്ന് ചോദിച്ചു. സത്യത്തിൽ എൻ്റെ കയ്യിൽ അന്ന് പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ഇല്ല തരാൻ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എനിക്ക് ഒന്നും തരണ്ട, എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ മതി, ഗോതമ്പൊടിയോ അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ മതി. ശരി എന്ന് പറഞ്ഞ് ഞാൻ അച്ഛച്ചും കൂടെ പോയി കടയിൽ പോയി കുറച്ച് സാധനം മേടിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞതെല്ലാം മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അന്ന് എൻ്റെ കയ്യിൽ പത്രം ഇത്രയധികം ഒന്നുമില്ല, കയ്യിലൊരു പഴയ പത്രം ഞാൻ പള്ളിയിലൊക്കെ സ്റ്റാൻഡിൽ ചിലപ്പോൾ ഇങ്ങനെ വേണ്ടാതെയൊക്കെ ഇട്ടേക്കും, ആരെങ്കിലും വെച്ചിട്ട് പോകും, അതൊക്കെ ഞാനെടുത്ത് എനിക്ക് ഒരെണ്ണം ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്, അതെൻ്റെ കയ്യിലുണ്ടെന്ന്. അത് ഞാൻ ചേച്ചിയുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കൃപാസനത്തിൽ ചേച്ചി പോകണം, അവിടെ ഭയങ്കര മിറാക്കിളാണ്, ചേച്ചി പോകണം. അപ്പോൾ എനിക്കറിയാം മോളെ ദൈവം അനുഗ്രഹിക്കുന്നു, ഇത്ര മാത്രമേ പറഞ്ഞോളൂ. പിന്നെ ഞാൻ ആ ചേച്ചിയെ കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷെ അന്ന് എനിക്ക് ചിലവായത് 500 രൂപയിൽ ചില്ലറയായിരുന്നു. അന്ന് വൈകുന്നേരം എനിക്ക് ആ പൈസ മറ്റൊരു വിധത്തിൽ എനിക്ക് തിരിച്ചു കിട്ടി. അത് വളരെ അപ്രതീക്ഷിതം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നത് തിരിച്ചു കിട്ടുന്നത്. അത് ശരിക്കും ഞാൻ ലോട്ടറിയൊക്കെ എടുക്കുന്ന ആളൊന്നും അല്ല, ചുമ്മാ ഞാൻ എടുത്ത് വെച്ചതാണ്. അത് 2000 രൂപ അടിച്ചു. അതായത് 500 രൂപയ്ക്കകത്ത് എനിക്ക് ചിലവായുള്ള 2000 രൂപ എനിക്ക് ലോട്ടറി അടിച്ചു. പിന്നെ എനിക്ക് അടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് എന്തോ മാതാവ് എനിക്കൊരു അടയാളം തന്നതാണ്, നീ എന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞൊരു. കാരണം ഞാൻ എപ്പോഴും കൊന്ത ശരീരത്തിൽ ഉപയോഗിക്കും, എപ്പോഴും ഞാൻ മാലയിടും. പക്ഷേ ചെറുപ്പത്തിൽ എനിക്ക് ജപമാലയൊക്കെ ചൊല്ലും. പിന്നെ എൻ്റെ വിശ്വാസം കുറഞ്ഞു പോയി, മധ്യസ്ഥ പ്രാർത്ഥനകളിലൊക്കെ ഉള്ള വിശ്വാസം കുറഞ്ഞു പോയി. പിന്നെ മാതാവ് എന്നെ അടുപ്പിക്കലായിരുന്നു. അങ്ങനെ മാതാവിലേക്ക് അടുത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നു. പിന്നെ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ജീവിതത്തിന് മുഴുവനായിട്ട്, കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ റിസൾട്ട് വരുന്നത് മെയ് മാസം 9-ാം തീയതി. അതായത് എൻ്റെ ഉടമ്പടി എടുത്ത് 3 മാസം ആയിട്ടില്ല, അതിനു മുമ്പ് റിസൾട്ട് ആയിപ്പോയി. എന്നെ റിലീവ് ചെയ്യുന്നതും ഒക്കെ ലേറ്റായി. അങ്ങനെ എനിക്ക് ഇടയ്ക്കൊന്നും ഇവിടെ വരാൻ പറ്റില്ല. നാഗ്പൂരാണ് പോസ്റ്റിങ്. മാർക്ക് ഓരോ പേപ്പറിനും 40 മാർക്ക് വേണം. രാവിലെ ഉണ്ട്, ഉച്ച കഴിഞ്ഞ് പരീക്ഷയുണ്ട്. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് പരീക്ഷ. ഓരോ പേപ്പറിനും ജനറൽ മെറിറ്റിൽ 40 മാർക്ക് വേണം. ടോട്ടലായിട്ട് നമ്മൾ മെറിറ്റ് ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്യണം. ഇതായിരുന്നു കണ്ടീഷൻ. അപ്പോൾ ജനറലിൽ കിട്ടുമെന്നുള്ളത് ആ ഒരു ടെൻഷൻ എപ്പോഴും എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹോൾ ടിക്കറ്റിൽ മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കൈയും കാലം എനിക്ക് അറിയില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉടമ്പടിയിലാണോ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കരുത്, പേടിക്കരുത്, പിന്നെ ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളും. എങ്കിലും ഞാൻ ആദ്യം റിസൾട്ട് നോക്കുന്നതിന് മുന്നേ ആദ്യം ഭയങ്കരമായിട്ട് പേടിച്ചു. എങ്കിലും നോക്കിയപ്പോൾ ഏറ്റവും ലാസ്റ്റ് ജനറലിൽ 392.5 മാർക്കാണ് എൻ്റേത്. പിന്നീടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് 0.25 കിട്ടിയ ആൾക്ക് കിട്ടിയിട്ടില്ല. അത് ജനറൽ മെറിറ്റിൽ ഏറ്റവും ലാസ്റ്റ്. ഞാൻ ഇപ്പോഴും അത് മാതാവിനോട് എൻ്റെ ജീവിതം ഞാനൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി ആകണമെന്ന് ഞാൻ അന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റണം, എനിക്കും എൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റണം എന്നുള്ള ഒരു വരി കൂടെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. പിന്നെ ഞാൻ എവിടെയും ഒരു നാണക്കേടും കൂടാതെ ഞാനിപ്പോൾ വർക്ക് ചെയ്ത് ഞാനൊരു ഗ്രൂപ്പ് ബി ഗസറ്റഡ് ഓഫീസറാണ്. ഇപ്പോഴും എവിടെയും എപ്പോഴും ഞാൻ ആദ്യം പറയണതായിരിക്കും,
ഞാനാണ് ജനറൽ മെറിറ്റിൽ ഏറ്റവും ലാസ്റ്റ്. എനിക്ക് കഴിഞ്ഞ് പിന്നെ ആർക്കും കിട്ടിയിട്ടില്ല. ആ ഒരു വാക്ക് ഞാൻ പറയും. അങ്ങനെ മാതാവ് എനിക്ക് ആ ഒരു ലിസ്റ്റിൽ ഒരു ഇടം തന്നു. ഇന്ന് ഞാൻ ആ ലിസ്റ്റിൽ കയറാൻ പറ്റാത്ത ഒത്തിരി സഹോദരങ്ങൾ എനിക്കറിയാം. അവർ വളരെ വിഷമത്തോടെ നോക്കി വിഷമിച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിജയം ഞാൻ കൃപാസനം മാതാവിന് ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ ജീവിതം ആകെ വ്യത്യാസമാണ്. കാരണം ഞങ്ങൾ ഫാമിലിയോടെ മഹാരാഷ്ട്രയിലേക്ക് പോകേണ്ടി വന്നു. നാഗ്പൂരോടെ സെറ്റിൽ. അവിടെ പള്ളികളൊക്കെ വളരെ കുറവാണ്, പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളൊക്കെ കുറവാണ്, ദൂരെയൊക്കെയാണ്. എങ്കിലും ഞാൻ ഇവിടുന്ന് പോയപ്പോൾ മറാഠി, ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ മലയാളം ഇത്രയും പേപ്പർ ഞാൻ കരുതിയിരുന്നു. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കുറേ കാശ് രൂപവും ഉപ്പും പുസ്തകങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് പോകും. ആരെങ്കിലും ആവശ്യമാണെന്ന് കണ്ടാൽ അവർക്ക് ഞാനത് കൊടുക്കും. അപ്പോൾ അതിലെ 1-2 അടയാളങ്ങൾ എനിക്കുണ്ടായിട്ടുള്ളത്, ഞാൻ സുഖമില്ലാത്ത കുഞ്ഞുങ്ങൾ കാണുമ്പം അവർ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് കൊടുത്ത ശേഷം അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അതെന്നെ നേരിട്ട് എനിക്ക് കാണുമ്പോൾ ഞാൻ തന്നെ അത് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ റിലേറ്റീവ്സ് അകലെയാണ്, ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അവരെയും എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല, എനിക്ക് ഓടിച്ചെല്ലാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, തേനും ഉപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഞാൻ പറയും, വിശ്വാസ പ്രമാണം ചൊല്ലി ഇത് അപ്പന് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കണം, അങ്ങനെ പറയും. അതുപോലെ വീടിൻ്റെ ഭാഗത്തും അതായത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഉപയോഗിക്കും, വിഞ്ചരിച്ച ഉപ്പ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് എടുത്തിട്ട് പോയി അത് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ എവിടെയൊക്കെ ഈശോയുടെ നാമം വെളിപ്പെടുത്താൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്നെക്കാൾ അധികമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളാണ് എന്നെക്കാൾ അധികമായിട്ട് ഈശോയെയും മാതാവിനെയും കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അവരുടെ ലൈഫിൽ കൂടുതൽ നന്മകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണപ്പെടുന്നു. അപ്പോൾ എവിടെയൊക്കെയാണോ നമ്മൾ വചനം പ്രസംഗിക്കുകയും മാതാവിനെക്കുറിച്ച് പറയുകയും ഈശോയെക്കുറിച്ച് പറയുകയും നമ്മൾ ആ നന്മ പങ്കുവെക്കുകയും ചെയ്യുമ്പോഴെല്ലാം വചനത്തിലൂടെ ദൈവം അത് സ്ഥിരീകരിക്കുകയും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. പിന്നെ ചെറിയ സംഭവങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കേസിൽ ഞാൻ തടസ്സങ്ങൾ എവിടെയൊക്കെ വരും, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോഴും അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ, വീട് കിട്ടാതിരിക്കുമ്പോഴും എപ്പോഴും ഇപ്പം ഒരു ഉറപ്പുണ്ട്, വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണവും മാതാവും ഈശോയും അങ്ങോട്ട് ഒപ്പമുണ്ടെന്നുള്ളത്. ഇതുപോലെ വലുതും ചെറുതുമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കാനാണ് വന്നത്, സാക്ഷ്യം പറയണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം മാതാവിനും കൃപാസനം മാതാവിനും തിരുക്കുമാരനും എൻ്റെ സാക്ഷ്യം ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ വന്ന് സാക്ഷ്യം പറയുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സോജ, ഇതെൻ്റെ ഭർത്താവാണ് ഷിബു ജോൺ, മകൾ ദിയ ഷിബു. ഞങ്ങൾ കടവന്ത്രയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് കടവന്ത്രയിൽ 10 സെൻറ്റ് സ്ഥലവും 2 വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നു ഭർത്താവിന്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് പത്രത്തിലൂടെയാണ് ആദ്യമായി കേട്ട് തുടങ്ങിയത്. ഞങ്ങൾക്ക് ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് വന്നു തുടങ്ങി. ആദ്യമായി തന്നെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ്സായിട്ട് ഞങ്ങളുടെ പഴയ തറവാട്ടിലാണ് ഞങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ വീടും നഷ്ടമായി. അങ്ങനെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയൊരു കടയിലേക്ക് ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. എന്നാലും ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ മകന് ശാരീരികമായി പല ബുദ്ധിമുട്ടുകൾ വന്നു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭർത്താവ് കടയിൽ നിന്ന് വരുമ്പോൾ കൃപാസനം പത്രം കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ചു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പത്രം കാണും, വായിക്കും, എടുത്ത് വയ്ക്കുമായിരുന്നെങ്കിലും ഉടമ്പടിയെക്കുറിച്ച് അധികമൊന്നും ചിന്തിച്ചിരുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അന്ന് ഞാൻ പെട്ടെന്ന് പത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഉടമ്പടി എന്ന വാക്കാണ്.
അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ഉടമ്പടി എടുത്തോളാം. അങ്ങനെ ഞാനും എൻ്റെ 2 മക്കളും കൂടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ ചെന്നതിന് ശേഷം ഞങ്ങൾ കുറച്ചായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായി അധികം പൈസയൊന്നും കയ്യിലില്ലായിരുന്നു. അപ്പോൾ എന്നാൽ 2 സെൻറ്റ് സ്ഥലമെങ്കിലും ഞങ്ങൾക്ക് കട തുടങ്ങാനായിട്ട് വേണമെന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു. ഞങ്ങൾ ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലവും അവിടെ കടവന്ത്രയിൽ തന്നെ വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നേടിത്തന്നു. അത് ഞങ്ങൾക്ക് യാതൊരു മെറിറ്റും ഇല്ലായിരുന്നു, പൈസയില്ല. പക്ഷേ ഒരു ലോൺ എങ്ങനെയോ ശരിയാക്കി തന്നു. പെട്ടെന്ന് തന്നെ ജാനുവരിയിൽ 3 മാസം 90 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അമ്മ മാതാവ് 4 സെൻറ്റ് സ്ഥലം കടവന്ത്രയിൽ വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം തന്നു. അവിടെ തന്നെ വേറൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുഗ്രഹവും തന്നു. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി രോഗശാന്തിയും ഇതെല്ലാം തന്നിരുന്നു. എനിക്കും മകനും ഒക്കെ രോഗത്തിന് നല്ല ഞങ്ങൾ തൈലം എന്തെങ്കിലും അസുഖം വരുമ്പോൾ തന്നെ ഞങ്ങൾ തൈലവും വെഞ്ചിരിച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ഇവിടെ ഇത് പുതുക്കാൻ വന്നപ്പോൾ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് സിസ്റ്റർ എന്നോട് ചോദിച്ചു, മോളെ സാക്ഷ്യമൊന്നും പറയുന്നില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ ഏറ്റവും ഏറ്റവും ആഗ്രഹിച്ച് മാതാവിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഒരു വീട് ലഭിക്കുവാനായിരുന്നു. അപ്പോൾ ആ വീട് ലഭിക്കാൻ അപ്പോൾ എന്തുകൊണ്ടാണ് വീട് വയ്ക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ എന്തോ തടസ്സങ്ങളാണ്, സ്ഥലമുണ്ട് പക്ഷേ വീട് വയ്ക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഉപ്പിട്ട് പ്രാർത്ഥിക്കുക, അവിടെ പോയിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നും ഞാനും ഭർത്താവും ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ദിവസവും പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾ തൈലമൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്കിവിടെ വന്ന് എൻ്റെ ഉടമ്പടി അത് പുതുക്കാൻ സാധിക്കാതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒക്ടോബർ 25 ഇവിടെ ജപമാല റാലി നടക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും വന്ന് കൂടണമെന്നുണ്ടായിരുന്നെങ്കിലും സാഹചര്യങ്ങൾ ഒത്തുവരുന്നില്ലായിരുന്നു. പക്ഷേ ഒക്ടോബർ 23 ആയപ്പോൾ എൻ്റെ സിസ്റ്ററും എൻ്റെ ഒരു ഫ്രണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പോവാം ഒരുമിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജപമാല റാലിയിൽ വന്ന് പങ്കെടുത്തു. അതിനുശേഷം ഒക്ടോബർ 25 ആയിരുന്നു റാലി. 26 ഞങ്ങൾ കടയിൽ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു ഫ്ലാറ്റ് വിൽക്കാനുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പൈസയും ഇല്ല. ഞങ്ങൾ അങ്ങനെ ഒരു വീടെന്നുള്ള ഇതിൽ നിന്നിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും പറഞ്ഞതല്ലേ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ പോയി ഫ്ലാറ്റ് കണ്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഇടവക പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ആ ഫ്ലാറ്റ്. അങ്ങനെ ഞങ്ങൾ പക്ഷേ അപ്പോഴും ലോൺ ശരിയാകുമോ, കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു ലോൺ തരാനുള്ള എലിജിബിലിറ്റി ഒന്നും ഞങ്ങൾക്കില്ലയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയായിരുന്നു. അന്നോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ആദ്യം തന്ന ലോണിൻ്റെ അവർ തന്നെ ഞങ്ങൾക്ക് ലോൺ തരാമെന്ന് വിളിച്ചു പറഞ്ഞു. 1 മാസം കൊണ്ട് ഡിസംബറിൽ കൊണ്ട് എല്ലാം പൂർത്തീകരിച്ചു. ഈ ചൊവ്വാഴ്ചയായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ. ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ പുതിയ ഫ്ലാറ്റിൻ്റെ താക്കോലുമായിട്ടാണ്. അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അമ്മ വഴി കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ഇതൊന്നും ഞങ്ങളുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും സോജ ഇവിടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതിന് ഞങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊന്നും പകരമല്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ചെറിയ തോതിലെങ്കിലും ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുകയാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഈ കൃപാസനം പത്രം ഞങ്ങൾ 2 പേരും ജോലി ചെയ്യുന്ന 2 ചെറിയ സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന പള്ളികളുണ്ട്, അവിടെയെല്ലാം നടന്ന് ഭക്തജനങ്ങൾക്കിടയിൽ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾ ഉച്ചഭക്ഷണ പൊതി മാസത്തിലൊരു ഞായറാഴ്ച ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. ഒരു 3 മാസം അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി പിടിവലി കൂടുന്നതുകൊണ്ട് അത്രയും പേർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കണില്ല. അത് ഉണ്ട് ഞങ്ങൾ വേറൊരു തീരുമാനം എടുത്ത് എറണാകുളത്ത് തന്നെ, സ്ഥലം പറയണില്ല, വൈകല്യമുള്ള ഒരു 22 പെൺകുട്ടികളെ നോക്കി നടത്തണ ST കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. മാസത്തിൽ ഒരിക്കൽ അവിടെ പോയി ആവുന്നത് ലാസ്റ്റ് ഞായറാഴ്ച ചെന്ന്
അവർക്ക് ചെറിയൊരു സാമ്പത്തിക സഹായം കൊടുത്തും അവരോട് സംസാരിച്ച് അവർക്കൊരു പ്രചോദനമൊക്കെ കൊടുത്ത് അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്കും അവരെ നോക്കുന്ന സിസ്റ്റേഴ്സിനും ഒരു ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു കടയായിട്ട് ഇരിക്കണതുകൊണ്ട് ഒരുപാട് ആളുകൾ, ഭക്ഷണം ഇല്ലാത്ത ആളുകൾ വരുമ്പോൾ ഒരു ദിവസം ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും മേടിച്ചു കൊടുക്കാൻ ദൈവാനുഗ്രഹത്താൽ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരുപാടല്ലെങ്കിലും 2 കിലോ 3 കിലോ 5 കിലോ, ചിലർ പറയും ഞങ്ങൾക്ക് ഒരു അരി മേടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു തന്ന മാതാവിൻ്റെ കൃപയ്ക്ക് പൂർണ്ണമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി വ്യത്യാസം വന്നു. ഞാൻ ധ്യാനം കൂടാൻ തുടങ്ങിയപ്പോഴാണ്, ആദ്യമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും നമുക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം, യേശുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ലായിരുന്നു. അപ്പോൾ ധ്യാനത്തിലൂടെയാണ് എനിക്കത് മനസ്സിലായത്. ഈ ഭൗതിക ആവശ്യങ്ങളെല്ലാം നമ്മുടെ അനുഗ്രഹങ്ങളാണ്, നമുക്ക് വേണ്ടത് ദൈവകൃപയാണ് എന്ന്. അപ്പോൾ ഇനിയും തുടർന്നുള്ള ജീവിതം ദൈവകൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ ജീവിക്കുന്നത്. ഞാനൊരു അനുഗ്രഹം പറയാൻ വിട്ടുപോയിരുന്നു. എൻ്റെ മോള് 10th നല്ലൊരു മാർക്കോടുകൂടി ജയിക്കുവാനായിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു. അതിൽ മോൾക്ക് CBSEക്ക് 90% മാർക്കോടുകൂടി പാസ്സാകുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ മോനിന്നിവിടെ വരാൻ സാധിച്ചിട്ടില്ല. അവന് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു ജോലിയും ലഭിച്ചു. എയർപോർട്ടിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരിക്കൽ കൂടി 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു.